പ്രിയപ്പെട്ടവരെ, 101 വർഷങ്ങൾക്കപ്പുറം എബ്രഹാം പാസ്റ്റർ ഉൾപ്പെടെയുള്ള ദൈവദാസന്മാരുടെ ഹൃദയത്തിനകത്ത് കർത്താവ് കൊടുത്തൊരു നിയോഗമാണ് ഇങ്ങനൊരു പ്രസ്ഥാനം മുമ്പിൽ വന്നത്. മനുഷ്യനാൽ ദൈവം ഉപയോഗിച്ചതാ, മനുഷ്യനെ ദൈവം ഉപയോഗിച്ചു. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വിമർശിക്കരുത്, ഞാൻ പറയുന്നത് സത്യമായ കാര്യമാണ്. 101 വർഷം പിന്നിട്ടു. IPC എന്തിനു വേണ്ടിയാണെന്നറിയാവോ? സംഘടിത ശക്തിയാകാനല്ല, മറിച്ച് ഇതിലൂടെ ദൈവരാജ്യത്തിന് ചിലത് ചെയ്യാനുണ്ട്. ദൈവിക മൂല്യങ്ങളെ സമൂഹത്തിന് പകർന്നു കൊടുക്കാനുണ്ട്. എന്നാൽ ഈ മൂല്യങ്ങൾക്കനുസരിച്ച് സഭ മുമ്പോട്ട് പോകുന്നില്ലെങ്കിൽ അടിവരയിട്ട് ഞാൻ പറയാം, ഈ പ്രസ്ഥാനം തകർന്നാലും അത്ഭുതപ്പെടാനില്ല. നമ്മൾ ചിന്തിക്കുന്നത് ദൈവസഭയ സത്യാണ്, പക്ഷെ സഭ തകരില്ല. സഭ സ്ഥാപിച്ചത് ദൈവമാണെങ്കിൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. പക്ഷേ ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് മൂല്യങ്ങൾക്കനുസരിച്ച് മുമ്പോട്ട് പോയില്ലെങ്കിൽ ഉറപ്പാണ് തകർന്നു പോകും. യെരൂശലേം ദേവാലയത്തെ നോക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞില്ലേ, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇത് പൊളിയും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് 101ാമത് ജനറൽ കൺവെൻഷനിൽ മൂല്യങ്ങൾക്കായി ഒരു സൈന്യം എഴുന്നേറ്റാൽ നമ്മെ തകർക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് വിശ്വസിക്കുന്നവര് മാത്രം ആ കരമടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ട് ഒരുമിച്ച് കർത്താവിന്റെ നാമത്തിന് വേണ്ടി കരങ്ങൾ ചേർത്തടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് പകരത്തിന് പകരമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഒരു വാക്യം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാനൊന്ന് കൊണ്ടുവരാം. അവിടെ തന്നെ പറഞ്ഞിരിക്കുന്നത് 12ാം വാക്യം, കർത്താവിന്റെ മുഖം ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലം. അപ്പൊ നമുക്കോ അഭിമാനത്തോടെ 2 കരമുയർത്തി ഞാൻ പറയുന്നു, ദൈവം എനിക്ക് അനുകൂലം. പ്രൈസ് ദി ലോർഡ്. പൗലോസ് റോമാലേഖനത്തിൽ പറഞ്ഞ വാക്കുകൾ അറിയാവുന്നവരല്ല എല്ലാവരും ചേർന്നൊന്ന് പറഞ്ഞേ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഈ പൗലോസ് പറഞ്ഞു, എന്റെ 1ാം പ്രതിവാദത്തിൽ ആരും എന്നോടുകൂടെ നിന്നില്ല, പക്ഷേ കർത്താവ് എനിക്ക് തുണ നിന്നു. യോബ് പറഞ്ഞു, എന്റെ ജാമ്യക്കാര് സ്വർഗത്തിലുണ്ടെന്ന്. ദൈവത്തിന് സ്തോത്രം. ഈ കാൽവറി യേശു കിടക്കുമ്പോ അവിടെ വെല്ലുവിളിയാണ്. അപ്പുറത്ത് കിടക്കുന്ന കള്ളം പറയാ, നീ ദൈവപുത്രനല്ലേടാ, തെളിയിക്കുന്നേ നിന്നെ തന്നെ രക്ഷിച്ച്. താഴെ നിന്നവരും പറഞ്ഞു, ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വാ. പക്ഷെ കർത്താവിന്റെ ക്യാരക്ടർ ഒന്ന് ചിന്തിച്ചേ. കർത്താവ് തെളിയിക്കാൻ വേണ്ടി ഇറങ്ങി വന്നില്ലെന്ന് നമ്മളീ പല ആൾക്കാരും പറഞ്ഞില്ല, ഞാൻ കാണിച്ചു തരാം, ഞാൻ ആരാന്നറിയാവോ. പക്ഷെ നമ്മൾ തെളിയിക്കാൻ ഇറങ്ങിയാലേ തമ്പുരാൻ കൈവിടും. കർത്താവ് പറഞ്ഞു, കർത്താവ് ഒന്നും പറഞ്ഞില്ല, കർത്താവിനറിയാൻ വകുപ്പ് എന്നാന്ന്. അതുകൊണ്ട് ഇറങ്ങി വാ എന്ന് പറഞ്ഞ് വെല്ലുവിളി ഉയർത്തുമ്പോഴും കർത്താവ് ഇറങ്ങി വന്നില്ല, ഒന്നും തെളിയിക്കാൻ പോയില്ല. പക്ഷെ ഒരു വാക്യം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്കൊന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടെങ്കിൽ ഇരിക്കുന്നവർ ദൈവത്തെ ഒന്ന് ആരാധിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. റോമാലേഖനം 1ാം അധ്യായം 5ാം വാക്യത്തിൽ പറയാണ്, ഈ ജഡം സംബന്ധിച്ച് മനുഷ്യപുത്രനാണേലും, അടുത്ത വാക്യം ഇങ്ങനെയാ, ഈ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടെന്ന്. അപ്പ തെളിയിച്ചില്ല, പക്ഷെ ആ തെളിയിക്കാതിരുന്നത് കൊണ്ട് 3 ദിവസത്തെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ 3ാം ദിവസം റോമൻ ഇമ്പീരിയൽ മുദ്രകളെ പൊട്ടിച്ച് എന്റെ അരുമനാഥൻ പുറത്തു വന്നെങ്കിൽ ഈ കൺവെൻഷന്റെ 2ാം ദിവസം ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ ഒന്നും തെളിയിക്കാൻ പോകണ്ട. പക്ഷേ കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ദൈവം നിനക്ക് അനുകൂലമാണ്. ഇത് കേൾക്കുമ്പോ എനിക്കുള്ള ദൂതാന്ന് പറഞ്ഞ് ഏറ്റെടുക്കാൻ ആരെങ്കിലും പന്തലിലുണ്ടെങ്കിൽ, സദസ്സിലുണ്ടെങ്കിൽ, സ്റ്റേജിലുണ്ടെങ്കിൽ മൗനമായി ഇരിക്കാതെ അല്പസമയം കരങ്ങൾ അടിച്ച് ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചോ. തെളിയിക്കപ്പെടാതെ കിടക്കുന്ന ചിലതിനെ സ്വർഗം തന്റെ നാമത്തിന് വേണ്ടി ഇന്ന് പകൽ തെളിയിക്കുന്ന ദിവസമാ. ഈ കൺവെൻഷന്റെ 2ാം ദിവസവും ഇതിനകത്ത് ശക്തമായ ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ഒരുമിച്ച് ഇടതും വലതും നോക്കണ്ട, മുമ്പിലും പുറകിലും നോക്കണ്ട, കരങ്ങൾ അടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. എന്റെ മുമ്പിലുള്ള സമയം വേഗത്തിൽ മുമ്പോട്ട് പോകുന്നല്ലോ, അതുകൊണ്ട് നമ്മളൊന്നും തെളിയിക്കണ്ടെന്നേ, കർത്താവ് തെളിയിക്കും. ഇനി പക്ഷേ നിങ്ങൾ ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് 10ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അത് ഞാനൊന്ന് വായിച്ചങ്ങ് നിർത്താം, വായിച്ച ആ ഭാഗം അങ്ങ് വിടാം.